ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പോകണം കേട്ടോ, ചെന്നൈയിലോട്ട് പോവാണ്. നല്ല സൗണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് 2 ചെക്കന്മാരുണ്ട്, തണുപ്പും പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 വർഷം മുമ്പ് ട്രിപ്പ് പോയാണ് ഉമ്മായും കൂട്ടിയിട്ട്. പിന്നെ ഇപ്പോഴാണ് ട്രെയിനിൽ ഒരു നല്ല യാത്ര പോകുന്നത്. ഇപ്പോൾ പോയിട്ടൊന്ന് ചെന്നൈയൊക്കെ കണ്ടു കളയാമെന്ന് വെച്ചു. ഇപ്പോൾ ഗൈസ് നമ്മൾ സ്ലീപ്പർ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. എല്ലാവരും 3 മാസം 2 മാസം മുമ്പേയൊക്കെ എല്ലാം ബുക്ക് ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കാണ്. അപ്പോൾ നമുക്ക് സ്ലീപ്പറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഉള്ള പരുവത്തിന് നമ്മൾ പക്ക എന്താണ് ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങ് പോവുകയാണ്. വേറെ ലെവലാണ് അല്ലേ, തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവുകയാണ്. അല്ലാതെ ഭയങ്കര ലക്ഷറി ലൈഫൊന്നുമല്ല, വളരെ സിമ്പിൾ ലൈഫാണ് നമ്മുടെ. ഒന്ന് ചെന്നൈ പോവുക, കറങ്ങുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ പ്ലാൻ. പെട്ടെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ചെക്കന്മാരെയും തൂക്കി, ചെക്കന്മാരെ കണ്ടില്ലേ നിന്ന് ട്രിപ്പിൽ പടപട ഒരുങ്ങി വന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരം വിളിക്കുമ്പോൾ ചെന്നൈയിലെത്തുന്നത് പ്രീ പ്ലാൻ ഒന്നും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടാത്തത്. ഞാൻ ഇന്നലെ മെയ്യാനൊക്കെ നോക്കി, പക്ഷേ എല്ലാം ഫുള്ള് ഇതാണ്, വെയിറ്റിംഗ് ലിസ്റ്റ്, പിന്നെ എല്ലാം ബുക്കാണ്. ഞാൻ അവിടെ കൗണ്ടർ ചോദിച്ചു ഹോട്ടലിൽ തന്നെ ഒരു രക്ഷയില്ല. 2-3 മാസത്തെ മുമ്പേ ആൾക്കാരൊക്കെ ബുക്ക് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വൈബാണല്ലേ, ഇതൊക്കെയാണ് രസം കേട്ടോ ഇങ്ങനെ പോണത്. കണ്ടില്ലേ, ഇവിടെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ, വേറെ ലെവലാണ്. ഗൈസ് ഇപ്പോൾ 6 മണിയായി. ഇവിടെ നമ്മൾ വർക്കല എത്തിയതേ ഉള്ളൂ. ഇതാണ് വർക്കല സ്റ്റേഷൻ, ഇതാണ് വർക്കല സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ വർക്കല സ്റ്റേഷൻ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കൊല്ലം ഇങ്ങനെ പോകണം. നാളെ രാവിലെ 10 മണിക്ക് അവിടെ എത്തും കേട്ടോ. അതായത് ബാംഗ്ലൂർ ഇതിനേക്കാളും ദൂരം കുറവാണ്. ഇത് ബാംഗ്ലൂരൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 9:30 ആകുമ്പോൾ അവിടെ എത്തുമല്ലോ. ഇത് ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. എന്തായാലും ചെന്നൈയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ലേ. ചെന്നൈയിൽ തമിഴ്നാട്ടിൽ അധികം എന്താണ് ഈ സേലം അങ്ങനെയൊക്കെ ഇതുവഴി പോകുന്ന, ഒരിക്കൽ കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പോയിട്ടുള്ള, അല്ലാതെ തെങ്കാശി അങ്ങനെയൊക്കെ പോയിട്ടുള്ള, അല്ലാതെ നമ്മൾ ഈ ഇവിടെയൊന്നും പോയിട്ടില്ല അധികം. എന്താണ് ഈ ചെന്നൈയിലോട്ട് പോയിട്ടില്ല. മദ്രാസിലോട്ട്, പഴയ മദ്രാസിലോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങണം ഒരാഗ്രഹം. ഒരു പെട്ടെന്ന് ട്രിപ്പ്, നമുക്ക് സമയമില്ല, ടൈമില്ല, അതാണ് മെയിൻ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് അവിടെ പോയൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് ഞാൻ വണ്ടി കാണിച്ചിട്ടുണ്ട്. എന്തോന്ന് ഇന്ത്യൻ റെയിൽവേയുടെ പ്ലേസ് അല്ല, ഇന്ത്യ എന്തോ റിപ്പയർ വണ്ടിയല്ലോ, എന്തോ ഹൈഡ്രോളിക്കിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ശാന്തമായ സ്റ്റേഷൻ. ഇവിടെ മൊത്തം ആളാണല്ലോ. ഇത് മനോഹരമായ കാഴ്ച. ഇങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്നു, നമ്മളിങ്ങനെ പോകുന്നു. ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ പാളം മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ വന്ന പാളത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് പാളം മാറി കയറുന്നത്. കൊള്ളാല്ലേ. ഇവിടെ ട്രെയിനിൽ ഒരുത്തല്ലോ റിപ്പയർ ആണ്. എന്താണ് ഇത്? അറ്റ്ലീസ്റ്റ് 2 days ഒന്ന് ഒരു ബ്രേക്ക് കൊടുത്തൂടെ? ഇതാണ് നത്തിങ്ങിൻ്റെ സാധനമാണ്. സംഭവത്തിന് ട്രാൻസ്പോർട്ട് ട്രെയിനിലാണ് ഇരിക്കണേന്ന് നമ്മൾ അറിയത്തില്ല, ഫ്ലൈറ്റിലാണ് ചില നേരം വെച്ചോക്ക്. ഇത് നിനക്ക് വെക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ വെച്ചിരുന്നത്. നീ വെച്ചോക്ക്. എന്താ അവസ്ഥ? രണ്ടും വെച്ചിട്ട് എക്സ്പീരിയൻസ് അതാ. ഇപ്പം എന്തേ ഓഫാണ്. ഇപ്പം എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റൂലേ. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞില്ലേ? സെറ്റല്ലേ? സംഭവം ഇഷ്ടമായില്ലേ? വിശന്നിട്ട് വയ്യ. എൻ്റെ ക്രീം പണ്ണിൻ്റെ മണ്ടയിൽ ഇവൻ കയറി കിടന്ന് ഉറങ്ങണം. കേസ് കണ്ടോ? ഇക്കളാക്കി കൊടുത്താൽ എന്താ ഇതെങ്ങനെ എടുക്കുമെന്നാണ്. ബാഗ് ഇവിടെ ഇരിക്കുന്നത് എടുത്താ ഡൈസിന് ഇക്കളാക്കി. അപ്പോൾ അറിയുമോ? വിശന്നിട്ടാണെങ്കിൽ വയ്യാട്ടോ. ഉച്ചക്കലത്തെ ബിരിയാണിയൊക്കെ ദഹിച്ച് ചെയ്യാൻ ഒരു അങ്ങനെയൊക്കെ ഈ സാധനം ഒന്ന് എടുക്കാം. ക്രീംപണ്ണിൻ്റെ അവസ്ഥ കാണിച്ചത് 3 ക്രീംപണ്ണ് ഒത്തിട്ടാണ്. 2000 കിലോ. ഇന്നിപ്പോ എപ്പോഴൊന്നും കഴിക്കില്ല. കൊള്ളൂലടാ, കൊള്ളത്തില്ലേ?
ക്രീം പണ്ണി നിറച്ച് ക്രീമൊക്കെ ഉണ്ട്. നമ്മൾ സമൂസ ഇത്രയും എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബാഗ് നിറയായി. ബാഗിലായോ ഗൈസ്? ഇതാണ് നമ്മുടെ സമൂസ. ആണോ? വെച്ചോ വെച്ചോ ഒഴിച്ചോട്ടെ. കൊള്ളാവോ? സാധനം കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര എണ്ണ കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ അധികം ഫുഡൊന്നും കഴിക്കുന്നില്ല, ഫുഡൊക്കെ അവിടെ പോയിട്ട് കഴിക്കാം. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. ഇതുപോലുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹെൽത്തിയൊന്നുമല്ല, അതൊക്കെ ഇങ്ങനെ കഴിച്ച് വെച്ച് പോകാം. ഏതെന്താണ്? ഏലാഞ്ചി. അത് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി പാക്കിങ്. ഗോതമ്പൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ കേട്ടോ. നമ്മളെ ഏലാഞ്ചി ഇതെന്തൊരു ഇത് എല്ലാം കൂടെ ഒന്നാണ്. ഇതൊരു ഏലാഞ്ചിയാണ്. ഇതിങ്ങനെ ഇതിനകത്ത് അവിലും കാര്യങ്ങളും തേങ്ങയൊക്കെ വെച്ചാണ്. നല്ല രസമാണത്. വലിയ പാടാണ് ഇങ്ങനെ ഇത് കഴിക്കാൻ. എങ്ങനെയുണ്ട് നമ്മളെ ഏലാഞ്ചി? തെറ്റല്ലേ? നേരത്തെ ഇറങ്ങിയ കുട്ടികൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് കേട്ടോ. നമുക്ക് വെള്ളം കിട്ടി കേട്ടോ. സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഇത് ഓപ്പണാക്കിയാൽ അറിയാമോ. ഇനി സ്പൈറ്റാണോ എന്തിനാണെന്ന് അറിഞ്ഞില്ല. സ്പൈറ്റ് ഗൈസ് കുടിച്ചു നോക്കിയാണ് എന്തിനാണ് സാധനം അറിയാമല്ലോ. താങ്ക് യു കേട്ടോ. ചാലക്കുടി ഇറങ്ങിയ കുട്ടിയോ എവിടെ ഇറങ്ങി അവർ. എന്താണ് സാധനം? പച്ചവെള്ളമാണോ? സ്പ്രൈറ്റാ? മോനെ അവരുടെ താങ്ക് യു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി വെള്ളമാണെന്നേ. അപ്പോൾ കുട്ടികൾക്ക് ഒരു താങ്ക്സ്, വെള്ളം കിട്ടി. അല്ലെങ്കിൽ ഇവനൊക്കെ ഇപ്പം തൊണ്ടേ കുരുങ്ങി ചത്തേനെ. തൊണ്ടേ കുരുങ്ങി ഇവിടെ ഇരിക്കണം കൂടി ഇല്ല. അത് കേട്ടു എന്തിനാ ഇരിക്കണം എന്ന് പറഞ്ഞു. ഗൈസ് ഇന്നലെ ഒരു 2-3 മണിയൊക്കെ നല്ലോണം ഉറങ്ങിയാണ്. ശരിക്കും ഉറങ്ങിയില്ലേ? നല്ല ക്ഷീണമായിരിക്കും. തങ്കൊക്കെ ഫുള്ള് ടയർഡാണ് കേട്ടോ. അവ ഇരുന്നിരുന്ന് മടുത്തെന്നാണ് പറഞ്ഞത്. അവിടെയൊക്കെ അടിപൊളി കേട്ടോ. മെയിൻ കേസ് ഉണ്ടല്ലോ, ഒരു 10-15 പ്രാവശ്യം ഇത് പിടിച്ചിടുന്നുണ്ട്. ഈ വേറെ വണ്ടികൾ പോകാനായിട്ട് സെയിം ട്രാക്കിൽ കൂടെ വന്നിട്ട് അത് മാറിപ്പോകാനായിട്ട് ഈ സാധനം ഇങ്ങനെ സ്ലോ ആയി അവിടെ നിൽക്കും. എന്നിട്ട് പേര് സൂപ്പർ ഫാസ്റ്റ് എന്നാണ്. അപ്പോൾ ഗൈസ് വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ചെന്നൈ MGR സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ കേട്ടോ. ഇവിടെ ഇറങ്ങപ്പം ഇവിടെ നമ്മളിപ്പോൾ പുറത്തിറങ്ങണം. പുറത്ത് ഞാൻ ഓൾറെഡി റൂം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോയിരുന്നു ഫ്രഷപ്പായിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ട്രെയിൻ ഡിലേ ഒന്നും അല്ലേ. കറക്റ്റ് 10 മണിക്ക് തന്നെ ഇവിടെ എത്തി. അവിടെ നിന്ന് 5:15 വൈകിട്ട് എടുത്തു. 10 മണിക്ക് ഇവിടെ എത്തി. സ്റ്റേഷൻ ഒരു ചടങ്ങാണ്. കുറേ ഇങ്ങനെ നടക്കണം. നടന്ന് പോയാലേ പറ്റും. കുറേ നോക്കി ഫുൾ ആൾക്കാർ ഇങ്ങനെ സ്ട്രേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പോകണം. ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കണം. കുറേ ലഗേജ് കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒടുക്കത്തെ തിരക്ക്. നോക്കി ഇവിടെ ഫുള്ള് ഇരിക്കാൻ ചെയറുണ്ട്. എന്തോരം വലിയ സെൻട്രലല്ലേ. ഇതാണ് നമ്മൾ എക്സിറ്റ് വേ ഉണ്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ എക്സിറ്റ് ഇറങ്ങാനുള്ളത്. ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങൾ. ഇവിടെ സ്മാർട്ട് ടിക്കറ്റൊക്കെ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഈ യെല്ലോ കാണുന്ന എല്ലാം സ്മാർട്ട് ടിക്കറ്റ് കൗണ്ടറാണ്. കൊള്ളാം, അടിപൊളി. ഇത് ഭയങ്കര ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ ഇറങ്ങപ്പം പോലീസിൻ്റെ ഇതുണ്ട്. റെയിൽവേ പോലീസ് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതാണ് നമ്മൾ ഇറങ്ങപ്പം കാണുന്നത്. ഡയറക്റ്റ് നേരെ ബസ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ.
നേരെ ഇറങ്ങിയ ഉടനെ നമ്മൾ ബസ് സ്റ്റേഷനാണ്. ഇവിടെ ഇങ്ങനെ ബസ്സുകൾ വരും, എങ്ങോട്ട് വേണമെങ്കിലും കയറി പോവാം.